നാട്ടുകാരനായ സാജു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടേതായിക്കോട്ടെ, ലീഗ് ദേശീയ കമ്മിറ്റിയുടേതായിക്കോട്ടെ, അതിലെ അതിഥികൾ, അതിനിപ്പോ ഇത്തിരിക്കോളം പോകുന്ന ഷിബു മീരാനായാലും ശരി, കോൺഗ്രസിന്റെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ലോകമറിയുന്ന നേതാക്കന്മാരാണെങ്കിലും ശരി, അവരെയൊക്കെ ക്ഷണിച്ചു വരുത്താനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മുതൽ ദേശീയ കമ്മിറ്റി വരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് ഏൽപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം സാജു ക്ഷണിച്ചപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നാട് എന്ന നിലക്ക്, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് എന്ന നിലക്ക് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഈ സമ്മേളനം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഈ 3 മേഖലാ സമ്മേളനങ്ങളും കൂടി പൂർത്തിയാക്കി നിങ്ങളിനി ഒരു പഞ്ചായത്ത് സമ്മേളനം സമ്പൂർണമായി നടത്താൻ തീരുമാനിച്ചാൽ ആ സമ്മേളനത്തിന്റെ ഒരു പ്രൗഢിയും ഗാംഭീര്യവും എത്രത്തോളം ഉണ്ടായിരിക്കും എന്നത് എന്നെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. ഞാൻ ആദരവോടെ താഴെത്തട്ടിലേക്ക് ആഴത്തിൽ വേരൂന്നിയ ഇവിടുത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ജനകീയതയെ, ഇവിടുത്തെ നേതാക്കന്മാരുടെ സംഘാടക മികവിനെയൊക്കെ ആവേശത്തോടെ ആദരവോടെ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളൊക്കെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സന്ദർഭമാണിത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് എന്റെ മുൻപിലിരിക്കുന്ന പുളിക്കൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ മാത്രമല്ല, മാറി നിന്ന് നമ്മുടെ ഈ സമ്മേളനം വീക്ഷിക്കുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമുക്കെതിരെ പ്രവർത്തിച്ച, നമുക്കെതിരെ വോട്ട് ചെയ്ത ഒരാൾക്ക് പോലും ബോധ്യമുണ്ടാവും. കാരണം കൃത്യം 5 വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് ഇതേ കാലയളവിൽ ഈ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുളിക്കൽ പഞ്ചായത്തിൽ ആ പ്രക്രിയ നടന്നപ്പോ ഇവിടെ ഏതാണ്ട് 6 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഈ പഞ്ചായത്തിന് സാങ്കേതികമായ ഒരു ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ അന്ന് കഠിനാധ്വാനം ചെയ്ത കുറെ പേരെങ്കിലും ഈ സമ്മേളനം വീക്ഷിക്കുന്നുണ്ടാവും. അവർ നമ്മളെ കാണുന്നുണ്ടാവും, നമ്മളെ കേൾക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ അട്ടിമറി വിജയം നേടി ആഘോഷപൂർവ്വം ഈ കേരളം മുഴുവൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ കൊണ്ടാടിയ ഒരു വലിയ വിജയമുണ്ടാക്കി. ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നിയന്ത്രണം അവർ നേടിയെടുത്ത് കൃത്യം 5 വർഷം കഴിഞ്ഞ് മറ്റൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുമ്പോ അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിരുന്ന ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത, അവരുടെ മാനിഫെസ്റ്റോ രൂപീകരിക്കാൻ ബൗദ്ധികമായ വലിയ പിന്തുണ കൊടുത്ത CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വമ്പിച്ച നേതൃസ്ഥാനങ്ങളിലേക്ക് ഒന്നും വളർന്നു വരാതിരുന്നപ്പോൾ തന്നെ ആ പാർട്ടി പ്രവർത്തനത്തെ ധനസമ്പാദനത്തിനുള്ള മാർഗമായി ആ പാർട്ടിയുടെ നേതാക്കന്മാർ കാണുന്ന ജീർണിച്ച ഒരു വർത്തമാനകാലത്ത് തന്റെ ആകെയുള്ള സമ്പാദ്യം പോലും ആ പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ, ത്യാഗനിർഭരമായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളുടെ പേരിൽ നമ്മൾ ആദരവോടെ തന്നെ നോക്കിക്കാണുന്ന റസാഖ് എന്ന സാമൂഹ്യ പ്രവർത്തകൻ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഇപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അത്രയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് നടുവിലും ഒരു ചെങ്കൊടിയും പിടിച്ച് അയാൾ ഉണ്ടാകുമായിരുന്നു. ഈ പഞ്ചായത്തിലെ LDFന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെയൊക്കെ ചിരകാല സ്വപ്നം കണക്ക് പുളിക്കൽ പഞ്ചായത്തിന്റെ അധികാരം നേടിയെടുത്ത ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണസമിതി ഞങ്ങൾ നടപ്പാക്കിയ നേട്ടങ്ങൾ ഇതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ, ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ, സാധ്യമായ എല്ലാ വാർഡുകളിലും LDFന്റെ വിജയം ഉറപ്പാക്കാൻ
നമ്മുടെ പരാജയം ഉറപ്പാക്കാൻ രാപകൽ ഭേദമില്ലാതെ, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, പൊരുവയിൽ പരിഗണിക്കാതെ, തണുപ്പ് പരിഗണിക്കാതെ ഒരു ചെങ്കൊടിയും പിടിച്ച് അയാൾ ഉണ്ടാകുമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട റസാഖ് എന്ന് പറയുന്ന ആ സഹോദരൻ അദ്ദേഹം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഭാവികമാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതിരുന്ന ഒരുപാട് പേർ, ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, LDF-ന്റെ പ്രവർത്തകന്മാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സജീവമായി ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായ പലരും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ റസാഖ് എന്ന് പറയുന്ന ആ സഹോദരന്റെ വേർപാട് നമ്മുടെയൊക്കെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, ഇപ്പോഴും ഒരു തീരാത്ത വേദനയായി അത് മാറുന്നത്. ഈ പഞ്ചായത്തില് കഴിഞ്ഞ 5 വർഷക്കാലത്ത് LDF-ന്റെ ഭരണസമിതി അവരുടെ പ്രയോറിറ്റി എന്തായിരുന്നു, അവരാരുടെ കൂടെയായിരുന്നു എന്ന് ഓഡിറ്റ് ചെയ്യുമ്പോ അവിടെ ഒരു മൂകസാക്ഷി കണക്ക് ഈ ഗവൺമെന്റ്, ഇവിടുത്തെ LDF-ന്റെ ഭരണസമിതി ഇവിടുത്തെ മുതലാളിമാരുടെ, ഇവിടുത്തെ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു എന്ന് ബോധ്യപ്പെടാവുന്ന ഒരു മൂകസാക്ഷിയെ പോലെ റസാഖ് എന്ന ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യ നമ്മുടെ ഈ പുളിക്കൽ പഞ്ചായത്തിലെ ഓരോ വോട്ടറുടെയും മനസാക്ഷിക്ക് മുൻപിൽ ഹാജരായി നിൽപ്പുണ്ട് എന്നതാണ്. അത് ഒരു ആത്മഹത്യയായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിന്ന് ആ സമരം നടക്കുമ്പോ, ആ വിവാദം കേരളമാകെ കത്തിപ്പടരുമ്പോ, പുളിക്കൽ പഞ്ചായത്തിന്റെ വരാന്തയിലെ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ഒരു പുലർകാലത്ത് ഈ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത ഒരാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം കേരളം ചോദിക്കുമ്പോ, ആ ആത്മഹത്യയിൽ പ്രതിസ്ഥാനത്ത് വന്ന റസാഖിന്റെ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇവിടുത്തെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി, ഇവിടുത്തെ CPM-ന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ, അവർ നിയമ കോടതിയുടെ മുന്നിലും ഇവിടുത്തെ മനുഷ്യരുടെ മനസാക്ഷി കോടതിക്ക് മുൻപിലും വിചാരണ ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിലെ UDF-ന്റെ അംഗങ്ങൾ അവിടെ നടത്തിയ ഒരു സമരം, ആ സമരത്തിൽ നിന്ന് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ സമരത്തിന്റെ ഭാഗമായി ഇവിടെ വന്നു പോകുമ്പോ, റസാഖ് എന്ന ആ മനുഷ്യരെ പറ്റി പഠിക്കുമ്പോ, അയാളെ പറ്റി അറിയുമ്പോ യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ മനുഷ്യൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട അവസ്ഥയിൽ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ടോ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല, ആവർത്തിച്ച് അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ഒരു മരണത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട പരാതികളുടെ ഒരു കെട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ പുളിക്കൽ പഞ്ചായത്തിന് അസാധ്യമായ, തന്റെ പാർട്ടിയുടെ ഭരണസമിതിക്ക് അസാധ്യമായ, അവരെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യം റസാഖ് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്നതാണ്. ഇവരെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യമല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതം പുസ്തകമാക്കുന്നു എന്ന് അദ്ദേഹം കരുതിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി നൽകിയിട്ടുള്ള നിരന്തരമായ പരാതികൾ പാർട്ടി കമ്മിറ്റികൾ നിരന്തരമായി അത് ഉന്നയിച്ച് നിരാശനായപ്പോ, പാർട്ടി തന്റെ കൂടെ ഇല്ല എന്ന് ബോധ്യമായപ്പോ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നതാണ്. അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ആ ആത്മഹത്യാ കുറിപ്പിൽ പോലും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, എന്റെ ഈ ആത്മഹത്യ ജീവിതം മുഴുവൻ സമരമാക്കി മാറ്റിയ എന്റെ ഈ ആത്മഹത്യയും ഒരു സമരമാണ്. ഞാൻ അതിന് തെരഞ്ഞെടുക്കുന്ന ഈ പ്രദേശം, ഞാൻ അതിന് തെരഞ്ഞെടുക്കുന്ന ഈ കെട്ടിടം, ഈ പുളിക്കൽ പഞ്ചായത്ത്, ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ്, ഈ ഭരണസമിതിയിൽ നിൽക്കുന്ന പാർട്ടി, അവരുടെയൊക്കെ മനസാക്ഷിയുടെ മുന്നിൽ എന്റെ ഭൗതിക ശരീരം ഒരു ചോദ്യചിഹ്നം കണക്ക് നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരാ സ്റ്റോപ്പ് മെമ്മോ നൽകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിലും ആവശ്യപ്പെടുന്നു എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. എന്റെ പുസ്തകങ്ങൾ എന്റെ ഭാര്യയുടെ കാലശേഷം അവരാഗ്രഹിക്കുന്നുവെങ്കിൽ EMS ലൈബ്രറിക്ക് വിട്ടുകൊടുക്കണം. നവംബർ മാസം 13-ാം തീയതി EMS-ന്റെ ജന്മദിനത്തിന്റെ അന്ന് ഞാൻ താമസിക്കുന്ന വീട് പാർട്ടിക്ക് വിട്ടു നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ തീരുമാനം ഞാൻ മാറ്റുകയാണ്. പക്ഷേ എന്റെ പുസ്തകങ്ങൾ ഇപ്പോഴും EMS ലൈബ്രറിക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ വിടവാങ്ങിയ ഒരാളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിലാണ് 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന UDF-ന്റെ ഭരണം അവസാനിപ്പിച്ച് ഒരു കൊലച്ചതിയിലൂടെ SDPI കൂട്ടുപിടിച്ച് പുളിക്കൽ പഞ്ചായത്തിൽ LDF നേടിയെടുത്ത ഭരണത്തിന്റെ ബാക്കി പത്രം എന്ത് എന്ന ചോദ്യത്തിലേക്ക് ഇവിടുത്തെ മനുഷ്യർ പോകുന്നത്. അവരുടെ ഭരണത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് പുളിക്കലിലെ CPM-കാരന്റെ മാത്രമല്ല, മറിച്ച് ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിക്ക് മുന്നിൽ ഇപ്പോഴും തൂങ്ങിയാടുന്ന
മരണത്തിലും ഒരു ഉജ്ജ്വലമായ ഇൻകുലാബ് കണക്ക് ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റസാഖ് എന്ന സഹോദരന്റെ ആത്മഹത്യാ കുറിപ്പാണ്. ബോധ്യത്തോടെ വേണം പുളിക്കലിലെ ഓരോ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പോളിംഗിലേക്ക് പോവാൻ എന്നതാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാനിരിക്കും. ആ ഗവൺമെന്റിന്റെ 5 വർഷ കാലാവധി പൂർത്തിയാക്കി 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലം, ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ അതിനപ്പുറത്ത് വിധി നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങൾ ഈ കേരളത്തിൽ ഉയരാനിരിക്കുമ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുളിക്കൽ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി മാത്രമല്ല, പിന്നെയോ ഇവിടുത്തെ LDF ഗവൺമെന്റ്, ഇവിടുത്തെ പിണറായി സർക്കാർ, ആ സർക്കാർ കൂടി അവരുടെ പ്രവർത്തനങ്ങൾ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ്. റസാഖ് എന്ന മനുഷ്യൻ അദ്ദേഹം കീഴടങ്ങിയത്, അദ്ദേഹം തന്റെ ജീവിത സമരം അവസാനിപ്പിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ CPM-ൽ തനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് ഇവര് പറഞ്ഞ വാക്കുകളിൽ കൂറ് പുലർത്താതെ ചതിച്ചു എന്ന് തോന്നിയപ്പോഴാണ്. ഒരു വഞ്ചന സംഭവിച്ചിരിക്കുന്നു. താൻ വിശ്വസിച്ച പ്രസ്ഥാനം തന്റെ കൂടെയല്ല, മറിച്ച് ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ മുതലാളിമാർക്ക് മാസപ്പടി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് എന്ന ബോധ്യമുണ്ടായപ്പോഴാണ്, താൻ ചതിക്കപ്പെട്ടു എന്ന് വേദനയോട് തിരിച്ചറിഞ്ഞപ്പോഴാണ് റസാഖ് എന്ന് പറയുന്ന സഹോദരൻ ജീവിതം അവസാനിപ്പിച്ചത്. ഞാനിവിടെ എന്റെ മുൻപിൽ തടിച്ചുകൂടിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട്, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയുന്നു, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് പിണറായി സർക്കാരിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ബാക്കിയാവുന്നത് ഒരുപക്ഷെ റസാഖിനോട് ചെയ്തതുപോലത്തെ തന്നെ വലിയ ഒരു കൊടും ചതിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക എന്നതാണ്. ഈ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ടു മുൻപ് നടന്ന പൗരത്വ വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി രാജ്യമാകെ RSSന്റെ അധികാരദാർഢ്യത്തിനെതിരെ ഇരമ്പിയാർത്തപ്പോ ആ സമരങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടന്നത് RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെ പ്രഖ്യാപിച്ച ഈ കേരളത്തിന്റെ മണ്ണാണ്. ആ മണ്ണിലാണ് കാറ്റ് നോക്കി പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വിത്തെറിഞ്ഞത്. അയാൾ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? പൗരത്വ നിയമം ഞാൻ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഞാൻ ആ നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല, ഞാൻ ആ കാലത്തിലേക്ക് പോവല്ല. പിന്നെയോ അന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ പിണറായി സർക്കാർ കേരളത്തിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ പ്രതീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ പുളിക്കലിൽ പോലും പല മനുഷ്യരും ഇടതുപക്ഷം ഒരു ഓപ്ഷനാണ് എന്ന് ആലോചിക്കുന്നിടത്തേക്ക് എത്തിയത്. രാജ്യമാകെ RSS കീഴടക്കാനിരിക്കുന്ന വല്ലാത്ത ഈ വർത്തമാനകാലത്ത് പൗരത്വത്തിന് പോലും മതം മാനദണ്ഡമാക്കുന്ന RSSന്റെ സ്വപ്നങ്ങളിലെ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് രാജ്യം മറന്നുപോകുന്ന ഈ കാലത്ത് വിശ്വസിക്കാവുന്ന കൂട്ടരാണിവർ എന്ന് കരുതിയവർ ഏറെയായിരുന്നു. ആ വിശ്വാസമാണ് ഒരുപക്ഷെ കേരളത്തിൽ 2ാം പിണറായി സർക്കാർ സാധ്യമാക്കിയത് എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഭാഗമായി ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ വിശദീകരിക്കുമ്പോഴോ ശ്യാമുള്ളവരെ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളെ പിന്നിൽ നിന്ന് ചതിച്ചിരിക്കുന്നു എന്നതാണ്. ഞാനതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ദീർഘമായി പോവാൻ സമയമില്ല. ഇവരിപ്പോ ഒരു കരാറിൽ ഒപ്പുവെച്ചത് PM ശ്രീ എന്ന പേരിൽ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട 300 സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുള്ള ബോർഡ് വെക്കുന്ന, അതിന്റെ പേരിൽ ഫണ്ട് പറ്റുന്ന, അതിനപ്പുറത്ത് ആ തെരഞ്ഞെടുക്കപ്പെട്ട 130 സ്കൂളുകളിലല്ല ഈ കേരളത്തെ നിങ്ങൾ പുളിക്കലങ്ങാടിയിലെ ഈ ആരിക്കപ്പുറമ്പിലെ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ പോലും പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു കയറാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു കരാർ ഇവർ ഒപ്പുവെച്ചു. ഇപ്പോ ആ കരാറിൽ നിന്ന് മാറി എന്നാണ് CPI എന്ന് പറയുന്ന LDFിലെ 2ാമത്തെ വലിയ പാർട്ടി. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന LDFന്റെ ഭാഗമായ ഈ പുളിക്കൽ പഞ്ചായത്തിൽ പോലും LDFന് വേണ്ടി രാപ്പകൽ വെള്ളം കോരുന്ന CPI എന്ന പാർട്ടി അറിയാതെ, അതിന്റെ നേതാക്കന്മാരറിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം K വാസുകി IAS ഡൽഹിയിൽ പോയി ഒപ്പുവെച്ച PM ശ്രീ കരാർ ഒരു വലിയ ചതിയായിരുന്നു. നമ്മളത് അറിഞ്ഞു.
CPI അതറിഞ്ഞു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായി. ആ വിവാദത്തിന്റെ ഭാഗമായി ഉത്തരം നഷ്ടപ്പെട്ടപ്പോ, മറുപടി നഷ്ടപ്പെട്ടപ്പോ കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ CPM-കാർ ഇവിടുത്തെ CPI-കാരോട് പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പിന്മാറാൻ പോകുന്നു, ഞങ്ങളൊരു കത്തെഴുതാൻ പോകുന്നു എന്നാണ്. നമ്മളൊക്കെ അത് വിശ്വസിച്ചു. ഇവര് പിന്മാറാൻ പോവാണ്, ഇവര് കത്തെഴുതാൻ പോവാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ CPI-കാർ മന്ത്രിസഭാ യോഗത്തിന് പോയി, പരസ്പരം മാപ്പ് പറഞ്ഞു, പരസ്പരം മസ്ലഹത്താക്കി, പരസ്പരം സലാം പറഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിലെ LDF ഗവൺമെന്റ് പിന്മാറി. എന്നാൽ ഒരമണിക്കൂർ മുൻപ് ഈ കേരളത്തിലെ മാധ്യമങ്ങള് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആ കത്ത് തയ്യാറാണ്, പക്ഷെ ഞങ്ങൾ ഇതുവരെ അത് അയച്ചിട്ടില്ല. അങ്ങനെ ദോശ തൊടുന്നത് പോലെ നയം മാറ്റാൻ കഴിയില്ല എന്നാണ്. നമ്മളെ മാത്രല്ല, ഒരു റസാക്കിനെ മാത്രല്ല, പിന്നെയോ ഈ കേരളത്തിലെ LDF-ന്റെ രാഷ്ട്രീയം RSS-ന്റെ അജണ്ടകൾക്കെതിരായ ഒരു ബദൽ രാഷ്ട്രീയമാണെന്ന് വിശ്വസിച്ച് ഇൻകുലാബം വിളിച്ച് ചെങ്കൊടിയും പിടിച്ച് UDF-നെ തോൽപ്പിക്കാൻ, മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ ഈ ആരിക്കപ്പുറമ്പിലടക്കം തയ്യാറാകുന്ന സഖാക്കളെ, നിങ്ങളെ കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും നിങ്ങളുടെ പാർട്ടിയുടെ വലിയ നേതാക്കന്മാരും വഞ്ചിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ആദ്യം ആരോരും അറിയാതെ കരാർ ഒപ്പുവെച്ചു. ഈ കേരളത്തിൽ CPM ഉയർത്തിപ്പിടിക്കുന്ന CPM-ന്റെ ദേശാഭിമാനി ആവർത്തിച്ച് പറഞ്ഞ, കേരളത്തിലെ LDF അംഗീകരിച്ച RSS-ന്റെ അജണ്ട ഈ രാജ്യത്തെ ക്ലാസ് മുറികളിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി, ആ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല, ആ പണം വാങ്ങില്ല. ഇതായിരുന്നു ആദ്യത്തെ നിങ്ങളുടെ നിലപാട്. അത് ദോശ ചുടുന്നതിനേക്കാൾ ലാഘവ ബുദ്ധിയോടെ, മുന്നണി അറിയാതെ, പാർട്ടി അറിയാതെ, മന്ത്രിസഭ അറിയാതെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പൊ അതിൽ നിന്ന് പിന്മാറുന്ന കത്ത് നിങ്ങൾ എത്ര അയച്ചിട്ടും അങ്ങോട്ട് പോകുന്നില്ല എന്നാണ്. കാരണം ഇത് വഖഫിന്റെ കഥ പറഞ്ഞതുപോലെയാണ്. വഖഫിലുണ്ടല്ലോ, വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. അതുപോലെ തന്നെയാണ് PM ശ്രീ സഖാക്കളെ, വൺസ് PM ശ്രീ ഓൾവേസ് PM ശ്രീ. അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഈ കേരളത്തിലെ ഗവൺമെന്റ് കത്തയച്ചത് കൊണ്ട് PM ശ്രീയുടെ പേരിൽ ഈ കേരളത്തിന്റെ ക്ലാസ് മുറികളിലേക്കും പാഠപുസ്തകങ്ങളിലേക്കും ഇടിച്ചു കയറാൻ, RSS-ന്റെ അജണ്ട നടപ്പാക്കാൻ ഒരവസരം കിട്ടിയാൽ അത് വെറുതെ കളയുന്ന ആളല്ല ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന ബോധ്യം നിങ്ങൾക്കില്ലാതെ പോയത് കൊണ്ടാണ് ഒരിക്കലും തലയൂരാൻ കഴിയാത്ത ഒരു വലിയ കുടുക്കിലേക്ക് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ, ഞങ്ങൾ, എന്റെയും നിങ്ങളുടെയും കുട്ടികളെ, ഇവിടുത്തെ സ്കൂളുകളെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പണയം വെച്ച് കളഞ്ഞത് എന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ രാഷ്ട്രീയമായ ഏറ്റവും വലിയൊരു അവകാശവാദം RSS-ന്റെ അജണ്ടകൾ നടപ്പാക്കാൻ കേരളത്തിന് മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന പിണറായി വിജയന്റെ വലിയ പ്രഖ്യാപനം ഒരു ചതിയായിരുന്നുവെന്ന് മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചിട്ട് പിന്നിൽ നിന്ന് RSS-കാരന്റെ കയ്യിൽ നിന്ന് കടം കൊണ്ട് കടാര കൊണ്ട് കേരളത്തിന്റെ കുത്തിവീഴ്ത്താൻ മടിയില്ലാത്തവരാണ് കേരളത്തിലെ CPM എന്ന് ബോധ്യമാവാൻ ഈ സമീപകാലത്ത് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം നമുക്ക് വേറെ പറയാനില്ല. ഇതിന്റെ അപകടം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇപ്പൊ SIR നടപ്പാക്കപ്പെട്ടു തുടങ്ങി. ഇന്നു മുതൽ ഒരുപക്ഷെ ഈ പുളിക്കൽ പഞ്ചായത്തിലടക്കം വീടാന്തരം BLO-മാർ വന്നു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാളെ മുതൽ അവർ വരും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. പക്ഷെ എന്താണ് SIR-ലൂടെ നടപ്പാക്കപ്പെടുന്നത്? വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ് എന്നാണ്. എന്ന് വെച്ചാൽ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇവിടുത്തെ വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി അഭിവന്ദനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് വോട്ട് കൊടുത്തപ്പോ അന്നുപയോഗിച്ച ആലിക്കപ്പറമ്പിലെ ഈ 5 വാർഡുകളുടെ വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക ഇപ്പൊ നിലവിലില്ല. അത് എവിടെയും കാണാനില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ GV ഇബ്രാഹിമിന് വോട്ട് കൊടുത്ത വോട്ടർ പട്ടിക, അതും ഇപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ല. ഇപ്പോ നിങ്ങളുടെ വോട്ട് പരിശോധിക്കാൻ, നിങ്ങൾ വോട്ടർ പട്ടിക എടുക്കാൻ തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളത് 2002-ലെ വോട്ടർ പട്ടികയാണ്. കൃത്യം 23 വർഷങ്ങൾക്ക് മുൻപുള്ള, ഒരുപക്ഷെ ഈ സദസ്സിലെ പുതിയ തലമുറക്കൊന്നും വോട്ട് ചെയ്യാൻ പ്രായമായിട്ടില്ലാത്ത കൃത്യം 1/4 നൂറ്റാണ്ട് മുൻപുള്ള വോട്ടർ പട്ടികയാണ് ഇപ്പൊ കേരളത്തിൻ്റെത് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളത്. ഇനി നാളെ മുതൽ അവര് ഫോമുകളുമായി വരും.
ആ ഫോം വാങ്ങി പരിശോധിച്ച് 2003 വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ പേരില്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം. മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ ആ പേര് ഏത് പേജിൽ എത്രാമത്ര എൻട്രി ആയി വരുന്നു എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ മാതാവും പിതാവുമാണ്, അവർ ഇന്ത്യയിലാണ് ജനിച്ചത് എന്ന് തെളിയിക്കുന്ന രേഖകൾ ചേർത്ത് നിങ്ങൾ ആ പ്രക്രിയയുടെ ഭാഗമാകണം. വരുന്ന ഫെബ്രുവരിക്കുള്ളിൽ കേരളത്തിന്റെ പുതിയ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നതിനുള്ളിൽ എന്റെ മുൻപിലിരിക്കുന്ന മനുഷ്യർ ആ പ്രക്രിയയുടെ ഭാഗമായില്ലെങ്കിൽ, ഒരു വട്ടം കൂടി വോട്ടർ പട്ടികയിലേക്ക് നിങ്ങളുടെ പേര് ചേർത്തില്ലെങ്കിൽ, നിങ്ങളുടെ പ്രായം ഏതുമാകട്ടെ, കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വോട്ട് ചെയ്തവരാകട്ടെ, നിങ്ങളുടെ പേര് ആ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടും. ഡൗട്ട്ഫുൾ വോട്ടർ, സംശയാസ്പദമായ വോട്ടവകാശമുള്ളയാൾ എന്ന ശ്രേണിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. അതിന്റെ അടുത്ത ഘട്ടം സംശയാസ്പദമായ പൗരത്വം എന്നതാണ്. നിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോയി, നിന്റെ ജനന സർട്ടിഫിക്കറ്റ് കൃത്യമല്ലേ, നിന്റെ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് കൃത്യമല്ലേ, നിന്റെ പൗരത്വത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അടുത്തത് നീ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന, അമിത്ഷാ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയ NRC എന്ന വലിയ ഭൂതം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ എല്ലാ വീടുകളുടെയും പിൻവാതിൽ കയറി വരുന്ന NRCയെ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് അമിത്ഷാ നടപ്പാക്കുന്ന ഈ കെട്ടകാലം, അതിനോട് പറയുന്നത് വരാനിരിക്കുന്ന കാലം ഇതിനേക്കാൾ ഭീകരമായ വെല്ലുവിളികളുടേതാണ് എന്ന സൂചനയാണ് SIR. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. RSS അവരുടെ ജോലി അവസാനിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്ന് 4 വിടുവായുത്തം പറഞ്ഞാൽ, 4 തൊള്ളപടായി പറഞ്ഞാൽ, ഈ കേരളത്തിൽ NRC നടപ്പാക്കില്ല എന്നയാൾ വീമ്പ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് കണ്ണും പൂട്ടിയിരിക്കാവുന്ന ഒരവസ്ഥയിലല്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഉള്ളത്. നമ്മുടെ വീടിന്റെ മുറ്റത്ത്, നമ്മുടെ പടിവാതിലിൽ അമിത്ഷായുടെ ഭീഷണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ തനിക്ക് തണ്ടല്ലുറപ്പില്ലെന്ന് അമിത്ഷായുടെ പതുപതുത്ത മെത്തയിൽ പോയിരുന്ന് അയാൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് മുഴുവൻ ഒപ്പിട്ട് കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചിരിക്കുന്നു എന്നതാണ്. പിണറായിക്കിനി അമിത്ഷായെ എതിർക്കാൻ ത്രാണിയില്ല. PM ശ്രീയിൽ ഒപ്പുവെച്ചതിന്റെ രാഷ്ട്രീയം അതാണ്. അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ചെറുത്തു നിൽക്കാൻ ആയുധങ്ങളില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതാ RSSന്റെ തിട്ടൂരങ്ങൾക്ക് മുൻപിന്തൊങ്ങാതെ കീഴ്പ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ ഭീഷണി. അത് ചിന്തിപ്പിക്കേണ്ടത് ഇവിടുത്തെ ലീഗുകാരെ മാത്രമല്ല, അത് ചിന്തിപ്പിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മാത്രമല്ല. പിന്നെയോ അതിനെക്കുറിച്ച് ആദ്യം ഓർക്കേണ്ടത്, അതാദ്യം ബോധ്യപ്പെടേണ്ടത് പിണറായി വിജയൻ എന്ന ഈ അഭിനവ മാർക്സിസ്റ്റുകാരൻ അട്ടിപ്പേറായി അമിത്ഷായ്ക്ക് പണയം വെക്കുന്നത് തന്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടത് ഈ പുളിക്കലിലെ സഖാക്കളാണ്, ഇവിടുത്തെ CPM-കാരാണ്. കാരണം CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ നിലപാടുകളെ അമിത്ഷായുടെ അന്തപുരത്തിൽ വിലപേശി നിൽക്കുകയാണ്. കാരണം ഇനി ചെറുത്തു നിൽക്കാൻ കഴിയില്ല, ഇനി മറുത്തു പറയാൻ കഴിയില്ല, ഇനി പ്രതിരോധിക്കാനും കഴിയില്ല. കാരണം പതിറ്റാണ്ടുകളുടെ ത്യാഗനിർഭരമായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ പാരമ്പര്യം പറയുന്ന, ബഡായി പറയുന്ന ആൾ ദൈവത്തെ പോലെ, കാരണഭൂതനെ പോലെ, കരുതൽ മനുഷ്യനെ പോലെ നിങ്ങൾ മാനം മുട്ട ഉയർത്തിവെച്ച പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് മറുത്തു പറയാൻ കഴിയാത്ത 2 പകിടകൾ അമിത്ഷാ എന്ന നേതാവ് കളിക്കളത്തിലേക്ക് കസക്കിയിട്ടിരിക്കുന്നു എന്നതാണ്. അമിത്ഷാ അയാളുടെ തുരുപ്പ് കാർഡ് പുറത്തിറക്കിയിരിക്കുന്നു. ഇനി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനില്ല, പിണറായി വിജയൻ എന്ന മാർക്സിസ്റ്റുകാരനില്ല, പിണറായി വിജയൻ എന്ന ജനാധിപത്യ കേരളത്തിന്റെ, മതനിരപേക്ഷ കേരളത്തിന്റെ മുഖ്യമന്ത്രിയില്ല. അയാൾ വിളിച്ച ഇൻകുലാബുകൾ, അയാൾ ഉയർത്തിയ ചെങ്കൊടി, അയാളുടെ നിലപാടുകൾ, അയാളുടെ ഗീർവാണ പ്രസംഗങ്ങളെല്ലാം എന്തെന്നേക്ക് അവസാനിച്ചു പോകുന്ന, നിഷ്പ്രഭനാക്കുന്ന, മൗനിയാക്കുന്ന, ഏത് കൊടിയ വഞ്ചനയ്ക്കും പരിമ്പും കുറ്റബോധമില്ലാതെ അവസരം കൊടുക്കുന്ന ഒരു വലിയ പകിട വലിച്ചെറിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ എന്ന പിതാശ്രീയുടെ മുന്നിലേക്ക് അമിത്ഷാ എന്ന രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വലിച്ചെറിഞ്ഞ ആ കാർഡ്, ആ 2 കാർഡിലും അദ്ദേഹത്തിന്റെ മക്കൾ ശ്രീകളുടെ പേരെഴുതിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പൊ കളിക്കുന്ന കാർഡ് അതാണ്. മകൻ വേണോ മകള് വേണോ? ദുബൈയിലിരിക്കുന്ന മകൻ
പിണറായി വിജയന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്ന, വീട്ടിൽ നിന്ന് നേരെ ജോലിക്ക് പോകുന്ന, സമരം ചെയ്യാത്ത, ഇൻകുലാബ് വിളിക്കാത്ത, പോസ്റ്റ് ഒട്ടിക്കാത്ത, വടകരയിൽ കഴിഞ്ഞ ദിവസം രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട CPM-ന് വേണ്ടി ബോംബുണ്ടാക്കുമ്പോ ആ ബോംബ് പൊട്ടി ചിതറിമരിച്ച DYFI-ക്കാരുടെ കൂട്ടത്തിൽപ്പെടാത്ത, ഒരു വെയിൽ കൊള്ളാൻ, ഒരു മഴ നനയാൻ, ഒരടി കൊള്ളാൻ, ഒരു ഇൻകുലാബ് വിളിക്കാൻ പിണറായി വിജയൻ പറഞ്ഞേക്കാതെ ഓർമ്മ വച്ച കാലം മുതൽ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച് വളർന്നാക്കിയ പുന്നാരമോൻ മറുഭാഗത്തോ ഈ കൊണ്ടോട്ടിയുടെ തെരുവിലടക്കം അഭിവന്ദനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ്, കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി, ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ സ്വാശ്രയ കോളേജുകൾ വേണമെന്ന് പറഞ്ഞപ്പോ ആ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ ഈ പുളിക്കര DYFI-ക്കാരന് SFI-ക്കാരനെ പറഞ്ഞയച്ചിട്ട് ആരോരും അറിയാതെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി അമൃതാനന്ദമയുടെ സ്വാശ്രയ കോളേജിലെ ശീതീകരിച്ച ക്ലാസ് മുറിയിലെടുത്തി പഠിപ്പിച്ച് വലുതാക്കിയെടുത്ത പുന്നാരമോള് വീണാ വിജയൻ, ഈ രണ്ടുപേരുടെയും പേരെഴുതിയ പകിട എറിഞ്ഞിട്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ പരിശീലനം ലഭിച്ച ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ വക്താവ് അമിത്ഷാ ഇറങ്ങി തിരിച്ചാൽ പ്രതിരോധിക്കാനുള്ള ഒരു ആയുധവും പിണറായി വിജയന്റെ കയ്യിലില്ല എന്നതിന്റെ തെളിവാണ് ആ PM ശ്രീ. നാളെ ഇപ്പൊ സർവകക്ഷി യോഗം വിളിക്കാൻ പോവാണ്, കോടതിയിൽ പോകാൻ പോവാണ്. ഇത് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണേണ്ടുന്ന ഒരു ചിത്രം, ഇതേ SIR-ന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം വെട്ടിമാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢാലോചന നടത്തുന്ന, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത പാവപ്പെട്ട മനുഷ്യർ ഈ ആലിക്കപ്പുറം മങ്ങാടിയിലെ ബംഗാളിയുടെ ജന്മദേശമായ ബംഗാൾ, അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം ലക്ഷക്കണക്കിന് മനുഷ്യരുമായി കൊൽക്കത്തയുടെ തെരുവിലുണ്ട്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ 10,000 കോടി തരുമെന്ന് പറഞ്ഞാലും ഈ തമിഴ്നാടിന്റെ ഓരോ തരി മണ്ണും പൊന്നുപൂശി തരാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ RSS-ന്റെ അജണ്ട നടപ്പാക്കാൻ തമിഴ്നാടിന്റെ ഒരു തരി മണ്ണ് കിട്ടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ധീരമായ നിലപാടെടുത്ത് അദ്ദേഹവും പോകുമ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 5,000 കോടി രൊക്കം പണം തരാമെന്ന് പറഞ്ഞാൽ ഈ PM ശ്രീ മാത്രല്ല, ഈ SIR മാത്രല്ല, ഈ NRC പോലും നടപ്പാക്കാൻ കേരളത്തിന്റെ മണ്ണ് RSS-ന് വിട്ടുകൊടുക്കാൻ മടിക്കാത്ത ഒറ്റക്കാരനെയാണ് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലമായി ഈ കേരളത്തിൽ നമ്മൾ ചുമന്നു നടന്നത് എന്ന ബോധ്യത്തിലേക്ക് ആ സഖാക്കൾ കൂടി വരിക എന്നതാണ് കേരളത്തെ രക്ഷിക്കാൻ അവശേഷിക്കുന്ന ഏകമാർഗം എന്ന് പറയുന്നത്. ഒരു നിമിഷം നമുക്കിനി ഈ മനുഷ്യരെ വിശ്വസിക്കാൻ കഴിയില്ല. നമുക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ ലീഗുകാർക്കല്ല, ഇവിടുത്തെ കോൺഗ്രസുകാർക്കല്ല, പിന്നെയോ സഖാക്കളെ നിങ്ങൾക്ക് ഒരു നിമിഷം നിങ്ങൾ ഉയർത്തുന്ന ചെങ്കൊടിക്ക് താഴെ അതിന്റെ നിലപാട് പറയാൻ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരാളായി പിണറായി വിജയൻ തരംതാട് പോയിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിന്റെ ഇതിനിടയിൽ, ഈ വലിയ ചർച്ചകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മൾ ആഘോഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണല്ലോ അതിദരിദ്ര വിമുക്ത കേരളം പ്രഖ്യാപിച്ചു. ഇവിടെ ഇനി ആഷിഖും പ്രിയപ്പെട്ട വെട്ടമാലിക്കോയ സാഹിബും സാജും ഒക്കെ സംസാരിക്കാറുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ പിന്നിലെ ഒരു അപകടം നിങ്ങളോട് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മള് ആഘോഷിക്കുന്ന ഒരു കാര്യം, ഈ ആലിക്കപ്പറമ്പിലെ സഖാക്കൾ ഇവിടെ മുഴുവൻ നടന്നു പറയുന്ന ഒരു കാര്യം, കേരളം ഇതാ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാണ്. അപ്പൊ അതിദാരിദ്ര്യം എന്താണില്ല? അതിദരിദ്രന് വീടില്ല, അതിദരിദ്രന് ഒന്നുകിൽ ജോലിക്ക് പോവാൻ ആരോഗ്യമില്ല, ഇനി ആരോഗ്യമുണ്ടെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗി ഉള്ളത് കൊണ്ട് ജോലിക്ക് പോവാൻ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ജോലിക്ക് പോവാൻ കഴിയാത്ത, സ്വന്തമായി വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയില്ലാത്ത, ജോലിക്ക് പോവാൻ കഴിയാത്തതിന്റെ പേരിൽ 3 നേരം ഭക്ഷണമില്ലാത്ത ആളാണ് അതിദരിദ്രൻ. അത്തരത്തിലുള്ള 64,006 പേരെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ 64,006 പേരുടെ പട്ടിക, അതിൽ 64,005 പേരെയും ഞങ്ങൾ കഴിച്ചിലാക്കി. ഒരാള് മാത്രം ബാക്കി, അയാൾ എറണാകുളത്തുകാരനാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അയാളുടെ പേര് കൂടി അങ്ങോട്ട് കഴിച്ചിലാക്കിയിട്ട് പൂജ്യമായത്. അപ്പൊ മോഹൻലാൽ വരും, മമ്മൂട്ടി വരും, കമലഹാസൻ വരും. 1.5 കോടി രൂപ തയ്യാറാക്കിയ ഒരു സമ്മാനത്തിൽ വെച്ച് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം ഞാൻ വയനാട്ടിലുണ്ട്. ആ വയനാട്ടിൽ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ
ആ മണ്ഡലത്തിലാണ് തിരുനെല്ലി പഞ്ചായത്ത്. ആ തിരുനെല്ലി പഞ്ചായത്തിന്റെ പ്രത്യേകത ഈ കേരളത്തിൽ ഏറ്റവും അധികം ആദിവാസികൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. കാട്ടുനായ്ക്കർ, കുറുമർ, പണിച്ചർ, അതേപോലെ തന്നെ 8ഓ 9ഓ വിഭാഗത്തിൽപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പിണറായി മന്ത്രിസഭയിൽ ചുമതലയുള്ള കേളുവിന്റെ പഞ്ചായത്തുമാണ് അത്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു മണിക്കൂട്ടൻ എന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ നിന്നുള്ള ആദ്യത്തെ MBA ബിരുദധാരിയാണ്. ഞാനിത് പറയുമ്പോ പ്രിയപ്പെട്ട ആശിക കടന്നു വരുന്നത് സ്വാഗതം ചെയ്യും. ഞാനിത് പറയുമ്പോ ഇവിടുത്തെ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പിണറായി വിജയന്റെ പ്രഖ്യാപനം അത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സഖാവുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വട്ടം ആ പഞ്ചായത്തിൽ ഒന്ന് പോകണം. അവിടെ ആ മണിക്കൂട്ടൻ അവിടെ ജനിച്ച് അവിടെ വളർന്ന് ആ പ്രാരാബ്ധങ്ങളോട് പടവെട്ടി പഠിച്ച് ആദിവാസി വിഭാഗത്തിലെ ആദ്യത്തെ MBA ബിരുദധാരിയായ ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഇവിടെ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കിട്ടിയ വീടുകളുണ്ട്, ഇവിടെ ഇപ്പോഴും സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ട്. പിണറായി വിജയൻ ഇത് പ്രഖ്യാപിക്കാനിരിക്കുന്ന വൈകുന്നേരവും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി സഹിച്ച് കിടന്നുറങ്ങുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. ഒരു കാന്താരിമുളകിന്റെ ചെടി, ഇത് എന്റെ വാക്കല്ല, ആ ചെറുപ്പക്കാരന്റെ വാക്കാണ്. ഒരു കാന്താരിമുളകിന്റെ ചെടി നട്ടുവെക്കാൻ സ്വന്തമായി 1 ഇഞ്ച് ഭൂമിയില്ലാത്ത ആദിവാസികൾ ഇവിടെയുണ്ട്. പിണറായി വിജയൻ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപിക്കുമ്പോ, അതിന്റെ ആഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുമ്പോ, അവിടേക്ക് സിനിമാ താരങ്ങളെ കെട്ടിയെഴുന്നള്ളിക്കുമ്പോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഈ ആദിവാസികളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ, അവരെ സൈബർ ഇടതുപക്ഷത്തിന്റെ സഖാക്കൾ വേട്ടനായ്ക്കളെ പോലെ കടിച്ചു കയറുമ്പോ, ഈ ആദിവാസികളുടെ ജീവിതമല്ലേ. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാസർകോട്ടെ എൻഡോസൾഫാൻ രോഗികളുണ്ട്, പത്തനാപുരത്തും കൊല്ലത്തുമൊക്കെയുള്ള പാവപ്പെട്ട ദളിത് കുടികളിലെ മനുഷ്യരുണ്ട്. ഈ കേരളത്തിലെ പട്ടിണി അവസാനിച്ചിട്ടില്ല. ഈ കേരളത്തിന്റെ അതിദാരിദ്ര്യം എവിടെയും പോയിട്ടില്ല. ആദിവാസി കുടികളിൽ, ദളിത് കോളനികളിൽ ഈ കേരളത്തിൽ ഇപ്പോഴും ഈ രാത്രിയും ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ പാതി വിശന്ന വയറുമായി ഉറങ്ങുമ്പോ പിണറായി വിജയൻ വലിയ ഒരു നാടകം നടത്തുകയാണ്. എന്താണ്? അതിദാരിദ്ര്യ വിമുക്ത കേരളം പറഞ്ഞു പറ്റിക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഓരോ കാര്യത്തിലും. ഇപ്പൊ കിഫ്ബിയുടെ ആഘോഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. കോടികൾ പൊടിച്ചിട്ടാണ് അത് നടക്കുന്നത്. എന്താ കിഫ്ബി? ഞാനിപ്പോ നിങ്ങളുടെ MLA യോട് ചോദിക്കുന്നത്, ഈ മണ്ഡലത്തിൽ കൊണ്ടോട്ടിയിൽ 2 റോഡുകൾ കിഫ്ബി വഴി നിർമ്മിച്ചിട്ടുണ്ട്. ഈ കൊണ്ടോട്ടിക്കാർക്ക് ദേശീയപാതയിൽ പോകുമ്പോഴല്ലാതെ 1 രൂപ ടോൾ കൊടുക്കേണ്ട ഗതികേട് ഈ പുളിക്കലും കോട്ടപ്പുറത്തും ചീക്കോടും വാഴക്കാടും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ മണ്ഡലത്തിൽ 2 റോഡുകൾ പിണറായി വിജയൻ കിഫ്ബി വഴി നിർമ്മിക്കുമ്പോഴോ ഈ കിഫ്ബി മുഴുവൻ കടം കൊണ്ട പൈസയാണ്. 60,000 കോടി രൂപയാണ് ബജറ്റിന്റെ പുറത്ത്. പൈസ കിട്ടാൻ എന്താ മാർഗം? തോള് പിരിക്കാൻ പോവാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പുളിക്കൽ താമസിക്കുന്ന മനുഷ്യന്മാര് കൊണ്ടോട്ടിയിലേക്ക് പോകുമ്പോ പിണറായി സർക്കാരിന്റെ വക കേരളത്തിനും കൂട്ടാത്ത കടം 5 ലക്ഷം ഉണ്ട്. ആകെ കൂടുമ്പോ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 6 ലക്ഷം കോടി രൂപയാണ്. 2016 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ഒഴിയുമ്പോ അത് 1,65,000 കോടിയായിരുന്നു എന്നാണ്. അതിനു മുൻപ് ഇവിടെ റോഡ് ഉണ്ടായില്ലേ? അതിനു മുമ്പ് ഇവിടെ പാലം ഉണ്ടായില്ലേ? അതിനു മുമ്പ് ഇവിടെ സ്കൂൾ ഉണ്ടായില്ലേ? ഉണ്ടായല്ലോ. അതിന് കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. കൊള്ളപ്പലിശക്ക് കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് തന്ന പെൻഷൻ ഇല്ലേ? ആ പെൻഷൻ തരാൻ രൂപീകരിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനി ഉണ്ട്. 12,000 കോടി രൂപയാണ് അതിന്റെ കടം. മുക്കി കഷ്ടപ്പെട്ട് കടം വാങ്ങി കേരളത്തിന്റെ അടിയാധാരം പണയം വെച്ചും ഒരു സംശയവും വേണ്ട. വരുന്ന മാർച്ച് മാസം വരെ ഇവർ ഈ 2,000 മുടങ്ങാണ്ട് എവിടുന്നെങ്കിലും തരും. അതിന് AKG സെന്ററിന് അടിയാധാരം പണയം വെക്കേണ്ടി വന്ന അതും വെക്കും. അത് കഴിഞ്ഞാലോ ഈ കടമൊക്കെ തിരിച്ചടക്കണം. പെൻഷൻ കൊടുക്കാൻ വാങ്ങിയത്, കിഫ്ബിയുടെ പേരിൽ വാങ്ങിയത്, ദൂർത്തടിക്കാൻ വാങ്ങിക്കൂട്ടിയത്, ഈ പറഞ്ഞത് മുഴുവൻ തിരിച്ചടക്കേണ്ടുന്ന ബാധ്യത അടുത്ത ഗവൺമെന്റിന്റെ തലയിലാവുമെന്ന് അറിഞ്ഞിട്ടാണ് ഈ കിട്ടുന്ന പെൻഷൻ മാത്രമല്ല, ജോലിയെടുത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക്
കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടാണ് പഴയ തറവാട്ടിൽ ചാരുകസേരയിൽ ഇരുന്ന് പോയ കാലത്തെ വീരസ്യം പറഞ്ഞ ഭിക്ഷക്കാരൻ 500 രൂപ നാട്ടുകാരെ പൊക്കി കാണിച്ചിട്ട് കൊടുക്കുന്ന അല്പൻകാരനവരെ പോലെ വരാനിരിക്കുന്ന ഈ കുറച്ചു മാസങ്ങളിലേക്ക് ഈ ധൂർത്ത് നടത്തുന്നത് എന്ന ബോധ്യത്തോടെ ഈ പുളിക്കൽ പഞ്ചായത്തിനെ വീണ്ടെടുക്കാൻ, ഈ കേരളത്തെ വീണ്ടെടുക്കാൻ, ഈ കേരളം RSSന് കാലുകുത്താൻ അനുവാദമില്ലാത്ത, അവകാശമില്ലാത്ത ഒരിടമായി അവശേഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ കാലത്ത് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കുക. കഴിഞ്ഞ തവണ നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ പണിയെടുത്ത സഖാക്കൾ, അവരുടെ മനസാക്ഷി റസാഖ് പഴമ്പോട്ട് എന്ന മനുഷ്യന്റെ അവസാനത്തെ വിശ്വാസം, അയാളുടെ ഓർമ്മകൾ ഈ നെറികെട്ട ഭരണസമിതിയെ ആ പുളിക്കൽ പഞ്ചായത്തിൽ നിന്ന് ആട്ടിയിറക്കാനുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്.